ഹലോ, സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏലീശ പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോണം. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ, നമ്മോട് കൂടെ ഉള്ളവർ ഇവരോട് കൂടെ ഉള്ളവരെക്കാർ വലിയവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയേണ്ടത്, നിന്റെ നേരെ ഏതൊക്കെ ക്ഷേത്രത്തിൽ നിന്നും എവിടെ നല്ല ആഭിചാരം നിന്റെ നേരെ അയച്ചാലും ആ ആഭിചാരത്തിനോട് നീ ഇനി സംസാരിക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. നിൻ്റെ കൂടെ ഇല്ലാത്ത ഒരാളുണ്ട്, ഞങ്ങളെ കൂടെയുണ്ട്. നസ്രയനായ യേശു. നിൻ്റെ സഭയ്ക്ക് നേരെ വരുന്ന ആഭിചാരമാകട്ടെ, നിൻ്റെ സഭയെ അടിച്ച് തകർക്കാൻ വരട്ടെ, നിൻ്റെ സഭയിലുള്ള ഓരോ വ്യക്തി ജീവിതത്തെ, ഓരോ കുടുംബത്തെ തകർക്കാൻ ആ ദേശത്തിലുള്ള എത്ര സ്പിരിറ്റ് വേണിയിട്ട് വരട്ടെ, നീ മിണ്ടാതെ അവിടെ നിന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടെ ഒരാളില്ല, പക്ഷെ ഞങ്ങളുടെ കൂടെ അതുണ്ട്. അതിൻ്റെ പേരാണ് സർവശക്തനായ ദൈവം. ആകാശത്തെയും ഭൂമിയെയും സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഇതിൽ കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് വിശ്വസിച്ച് പറയാൻ പറയുന്ന 2025 അവസാനിക്കൂല, നിന്നെ കാണിപ്പിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച ചില മന്ത്രവാദികളെയും ചില ആഭിചാരന്മാരുടെ കെട്ടുകൾ ഇപ്പോൾ ഈ നിമിഷം നീ എണീറ്റാൽ അത് ഇടിഞ്ഞ് വീഴാൻ പോകുകയാണ്. എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രാജീവ് ഒരു മിടുക്കൻ എന്ന് കാണിക്കാനല്ല, ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിൽ കൂടി കേൾക്കുന്ന, ഈ യൂട്യൂബ് പ്രസംഗത്തിൽ കൂടി കേൾക്കുന്ന പാസ്റ്റർ ആകട്ടെ, വിശ്വാസിയാകട്ടെ, സ്തോത്രം, ആമേൻ, ഒരു ദേശത്തിലുള്ള ഒരു പ്രാർത്ഥനക്കാരനാകട്ടെ, എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ കൽപ്പിക്കുന്നത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇവിടെ തിരുവചനം പറയുന്നു, രാത്രി മുഴുവനും അത് വളഞ്ഞു. അരാം സൈന്യം. അത് 1ഉം 2ഉം അല്ല, രാത്രി മുഴുവനും അരാം സൈന്യം വളഞ്ഞപ്പോൾ തൻ്റെ ഭൃത്യൻ അവൻ എണീറ്റു എലീശയോട് പറഞ്ഞു, നമുക്കിനി മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിത് വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ടോ, ഇതിൻ്റെ ആഴം കേട്ടോ. ഒരു ഭൃത്യൻ കൂടെ നടക്കുമ്പോൾ തൻ്റെ ഭൃത്യൻ സംസാരിക്കുന്നത് ആ ആൾ കേട്ടേ പറ്റൂ. ഒരു പാസ്റ്ററിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് പാസ്റ്റർ നടക്കുമ്പോൾ അങ്ങനെ പറയുന്ന വിഷയങ്ങൾ നമ്മൾ കേട്ടേ പറ്റൂ. പക്ഷെ ഇവിടെ ഏലീശ കേട്ടില്ല. ഏലീശ ആ വാക്ക് കേൾക്കാതെ ഏലീശ പറഞ്ഞൊരു പദം, കർത്താവേ, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ, നീ നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന വാക്കുകൾ, നിന്റെ അമ്മ പ്രസവിച്ച നിന്റെ സ്വന്തം അമ്മ നിന്നെ കരിവാരി തേക്കുന്ന വാക്കുകൾ സംസാരിക്കുമ്പോൾ, ആ വാക്ക് പുറത്തു വരുമ്പോൾ അതിന് ജീവൻ കൊടുക്കുന്നത് നീയും ഞാനുമാണ്. കാരണം ഈ വാക്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വാക്ക് ഫലിക്കുന്നത്, അതിന് ജീവൻ വരുന്നത്. ഇവിടെ പൗലോസിൻ്റെ കയ്യിൽ അണലി കടിച്ചപ്പോൾ, സ്തോത്രം, അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, ഇവൻ ഒരു കൊലപാതകൻ. പൗലോസ് ആ വാക്ക് കേട്ടില്ല. പൗലോസ് കേട്ട വാക്ക്, ഈ അണലിയെ തീയിൽ കുടഞ്ഞിടുക. എന്തുകൊണ്ട് പൗലോസ് മറുപടി പറഞ്ഞില്ല? ഞാനൊരു കൊലപാതകനാണ്, നിങ്ങൾ എന്നെ വെൽക്കം ചെയ്ത് വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്നൊന്നും പൗലോസ് എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞ വാക്ക്, ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയാം. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, 2026 സ്റ്റാർട്ടിങ് നീ കൊയ്തെടുക്കാൻ പോകുകയാണ്. 2025 നിന്നെ എവിടെയൊക്കെ സാത്താൻ കുരുക്കിയിട്ടോ, ഏതൊക്കെ മേഖലയിൽ കുരുക്കിയിട്ടോ, ജോലി വിഷയത്തിൽ, പണത്തിൻ്റെ വിഷയത്തിൽ, മക്കളുടെ പഠിത്തത്തിൽ, കുടുംബത്തിൻ്റെ കലകത്തിനകത്ത് നിന്നെ കുരുക്കിയിട്ടോ, എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ പോകുകയാണ്. വേദനപ്പെട്ട വാക്കുകൾ, വേദനിപ്പിച്ച വാക്കുകൾ, ഭാര്യയിൽ നിന്ന് വന്ന വാക്കുകൾ, ഭർത്താവിൽ നിന്ന് വന്ന വാക്കുകൾ, പരിശുദ്ധാത്മാ പറയുന്നു, നീ കുടഞ്ഞ് തീയിലിടാൻ പോകുകയാണ്. ഇവിടെ എലീശ പറഞ്ഞൊരു പദം ഇതാണ്, കർത്താവേ, ഈ അരാം സൈന്യത്തെ അന്ധമാക്കണമേ. ഹലോ, അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് എലീശയുടെ പ്രാർത്ഥന കേട്ട് ഒരു വ്യക്തി പോലും എലീശയ്ക്ക് എതിരായി നിൽക്കാൻ പറ്റിയില്ല. എന്ത് കാരണം എന്നറിയാമോ? എലീശ ആരെ വിശ്വസിച്ചുവോ, എന്ത് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം പ്രാപിച്ചുവോ അത് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. അയ്യോ, അവരെനിക്ക് ശുദ്ധനം ചെയ്തു, ഇവരെന്നെ അങ്ങനെ കുറ്റം പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എനിക്കെന്തിന്? ഇതൊന്നും എലീശ പറഞ്ഞില്ല. എലീശയ്ക്ക് അറിയാം, വിളിച്ച ദൈവം വിശ്വസ്തൻ, ഞാൻ അവന് കണക്ക് കൊടുത്താൽ മതി. ഹലോ, നിൻ്റെ കൂടെ നടക്കണ പാസ്റ്റർ നീ കണക്ക് കൊടുക്കണ്ട, നിൻ്റെ വിശ്വാസികൾക്ക് നീ കണക്ക് കൊടുക്കണ്ട.
നീ ആരാണെന്നും നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിന്നെ കണ്ടതാണ്. നീ ആരാണെന്നും നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ദൈവത്തിനറിയാം. നീ ഒരുത്തരുടെ മുമ്പിൽ എന്താകണ്ട, ഒരിതാകണ്ട. എങ്ങനെ? ഞാനാണ് വലിയവൻ, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് തെളിയിക്കും. ഈ കോപമാണ് ദൈവത്തിൻ്റെ അഭിഷേകത്തെ നിനക്ക് തടയായി നിൽക്കുന്നത്. അവിടെ തിരുവചനം പറയുന്നു, ഇവർ അന്ധമായി. ആരന്തമായി? അരാം സൈന്യം അന്ധമായി. എലീശ പറയുന്നു, എൻ്റെ പുറകിൽ വാ. നിന്റെ സഭയെ നോക്കി മന്ത്രവാദം ചെയ്ത, നിന്റെ കുടുംബത്തെ നോക്കി ആഭിചാരം ചെയ്ത, നിന്റെ വണ്ടിയെ നോക്കി ആഭിചാരം ചെയ്ത, നിന്റെ കാലടിയിലെ മണ്ണെടുത്ത് ആഭിചാരം ചെയ്ത മന്ത്രവാദികൾ എഴുതി വെച്ചോ, നിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കും. എന്തിന്? ഈ ദൈവം വലിയവൻ, ഈ യേശു വലിയവൻ, ഈ യേശു വലിയവൻ. അതാ പറഞ്ഞേ, സർവ മുഴങ്കാലുകളും നസ്രയനായ യേശുവിൻ്റെ മുമ്പാകെ മടങ്ങും. ഹല്ലേലൂയ! എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? ഇതുകൂടെ കേട്ടോ. ഇനി പാസ്റ്റർമാരെ തമ്മിലടിപ്പിക്കുന്ന, പാസ്റ്റർമാരെ ഇളക്കി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വയ്ക്കുന്ന കെട്ടുകൾ എൻ്റെ ദൈവം അഴിക്കാൻ പോകുകയാണ്. ഈ 2026 എവിടെയെല്ലാം ആമേൻ നല്ല മനസ്സോട് നിൽക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ടോ, എവിടെയെല്ലാം നല്ല മനസ്സോട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളുണ്ടോ, അവർ ഒന്നിക്കാൻ പോകുകയാണ്. 2026 ഒരു മെഗാ അത്ഭുതം ഈ കേരളം കാണാൻ പോകുകയാണ്. എഴുതി വെച്ചോ. ഭയങ്കരമായിട്ട് സഭകളിൽ അത്ഭുതം നടക്കാൻ പോകുകയാ. രോഗികൾ സൗഖ്യമാക്കാൻ പോകുകയാ. ഭൂതങ്ങൾ അലറി ഓടുകാൻ പോകുകയാ. നിങ്ങളുടെ ചർച്ചിൽ കാല് വെക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രവാചകനുണ്ടോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ, ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ, ഇവിടെ ഒരു ചർച്ചുണ്ടോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ, ആ ദേശത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാക്കൾ ഭയന്ന് ഓടത്തക്ക നിലവാരത്തിൽ ഇത് കേൾക്കുന്ന പ്രാർത്ഥനക്കാരാ, നിന്നോട് പ്രസംഗിക്കുന്ന പാസ്റ്റർ നിന്നോട് പറയുക, നീ ദൂതന്മാരോട് കൽപ്പിക്കാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ! ഈ വാക്കുകളാൽ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടരുത്. വീണ്ടും പറയുന്നു, എലീശ വിശ്വസിച്ച് എന്ത് പറഞ്ഞുവോ അത് സംഭവിച്ചു. ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടില്ല. ആമേൻ. ഒരു കൂട്ടുകാരൻ്റെ വാക്ക് കേട്ടില്ല. അവനെ റിജക്റ്റിംഗ് അല്ല ചെയ്തത്, അവൻ്റെ കണ്ണ് തുറക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. നീ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്തിൽ നിറയാൻ പോകുകയാണ്. എന്നോട് ഇതിൽ കേൾക്കുന്ന ആരോ ആമേൻ സ്തോത്രം വളരെ ദുഃഖത്തിലിരിക്കുന്ന ഏതോ ഒരു പാസ്റ്റർ വല്ല വിഷമത്തിലിരിക്കുന്നു, പാസ്റ്റർ നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നു, നീ എണീറ്റ് പ്രകാശിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.